Dear students, welcome back to new video lecturing. നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. നെക്സ്റ്റ് ജനറൽ ക്യാരക്ടർ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സീലോം. സീലോം സീലോം ഓർ ബോഡി ക്യാവിറ്റി. നെക്സ്റ്റ് ഞാൻ ഹ്യൂമൻ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. ഹ്യൂമൻ തന്നെ ഇതിപ്പോ നമ്മുടെ ബോഡി വാളിന്റെ ഔട്ടർ റീജിയൻ ആണ്. ഔട്ടർ ബോഡി വാൾ ആണ് നമ്മൾ കാണുന്നത്. Suppose here this is the outer body wall. ഇത് നമ്മുടെ ബോഡി വാൾ. ഇനി നമ്മുടെ ബോഡിക്കുള്ളിലൂടെ പാസ് ചെയ്യുന്ന ഒരു ട്യൂബാണ് നമ്മുടെ അലിമെന്ററി കനാൽ എന്ന് പറയുന്നത്. മൗത്ത് മുതൽ ഏനസ് വരെയുള്ള ഒരു ട്യൂബ് നമ്മുടെ ബോഡിക്കുള്ളിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ ട്യൂബാണ് നമ്മുടെ അലിമെന്ററി കനാൽ. അന്നപദം അലിമെന്ററി കനാൽ പാസ് ചെയ്യുന്നുണ്ട് അല്ലെ. സപ്പോസ് ദിസ് ഈസ് ദ അലിമെന്ററി കനാൽ. നമ്മുടെ ബോഡിക്കുള്ളിലൂടെ പാസ് ചെയ്യുന്ന ഒരു ട്യൂബാണ്. ദ ട്യൂബ് ഈസ് അലിമെന്ററി കനാൽ. ബോഡി വാൾ, ഈ പോർഷൻ എന്ന് പറയുന്നത് അലിമെന്ററി കനാൽ. ബോഡി വാൾ ആൻഡ് അലിമെന്ററി കനാൽ. ബോഡി വാൾ ആൻഡ് അലിമെന്ററി കനാൽ. ഇത് ബോഡി വാളും ഇത് അലിമെന്ററി കനാൽ. ഞാൻ തന്നെ ഇപ്പൊ ഇതിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കാൻ പോകും. ഇതിന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാൻ പോണ്. ക്രോസ് സെക്ഷൻ എടുക്കാണ്. ഞാൻ ആ ക്രോസ് സെക്ഷൻ എടുത്ത് കാണിക്കാം. ഇങ്ങനെ ഒരു കട്ട് ചെയ്തു. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തപ്പോൾ ക്രോസ് സെക്ഷൻ ഇവിടെ നോക്കി. Here this is the alimentary canal. This is the outer body wall. ഈ ബോഡി വാൾ ആണ്. ഈ ബ്ലൂ കളറിലെ ബോഡി വാളും ഇത് അലിമെന്ററി കനാലും. ഈ ബോഡി വാളും ഈ അലിമെന്ററി കനാലും തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ബോഡി വാൾ ആൻഡ് ദിസ് ഈസ് അലിമെന്ററി കനാൽ. ഇത് ബോഡി വാൾ. ഇത് അലിമെന്ററി കനാൽ. ഓക്കെ. ഇനി സീലോം എന്ന് പറഞ്ഞാൽ, സീലോം ഓർ ബോഡി ക്യാവിറ്റി പറഞ്ഞാൽ, ഇവിടെ ഒരു ക്യാവിറ്റി കാണുന്നില്ലേ? സ്പേസ്. ഈ സ്പേസ്, ഈ കാണുന്ന സ്പേസ്, ഇത് ഇത്രമാണ് സ്പേസ് ആണ്. ഈ സ്പേസ് തന്നെയാണ് ഈ കാണുന്നത്. ഈ സ്പേസ്, ഈ സ്പേസ് എന്താണ്? ദിസ് ഈസ് ദ സ്പേസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് അലിമെന്ററി കനാൽ. ദിസ് ഈസ് ദ സ്പേസ് ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് അലിമെന്ററി കനാൽ. നമ്മുടെ ബോഡി വാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്ടോഡെർമലി ഡിറൈവ്ഡ് ആണ്. ബോഡി വാൾ എന്ന എക്ടോഡെർമിനും അലിമെന്ററി കനാൽ എന്ന എൻഡോഡെർമും. അലിമെന്ററി കനാൽ എന്ന എൻഡോഡെർം. ഈ എക്ടോഡെർമൽ അല്ലെങ്കിൽ എൻഡോഡെർമൽ ഓർ ദ സ്പേസ് ബിറ്റ്വീൻ ദിസ് ബോഡി വാൾ ആൻഡ് അലിമെന്ററി കനാൽ, ദിസ് space between this body wall and alimentary canal is called as coelom or body cavity. So coelom or body cavity means the space present in between body wall and alimentary canal. The space present in between body wall and alimentary canal. ഈ ബോഡി വാളിനും ഈ കാണുന്ന അലിമെന്ററി കനാലിനും ഇടയിൽ കാണുന്ന ഈ സ്പേസിനെയാണ് പറയുക സീലോം or body cavity. Based on the nature, the coelom are three types. Let's see. They are S coelom, U coelom, and pseudocoelom. എങ്ങനെയെല്ലാം ക്ലാസിഫൈ ചെയ്തു? Based on the nature, coelom are classified into S coelom, U coelom, and pseudocoelom. Based on the nature, coelom are grouped into S coelom, U coelom, and pseudocoelom. First one, S coelom. എന്താണ് അസീലം എന്നുള്ളത് നമുക്ക് നോക്കാം. ബയോളജിയിൽ പലപ്പോഴും നമ്മൾ എ എന്നൊരു ടേം ആബ്സെൻസ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ആബ്സെൻസ് എന്നാണ് മീൻ ചെയ്യുക. അപ്പൊ എസ് coelom എന്നുള്ള വേർഡ് തന്നെ എന്താണ്? ആബ്സെൻസ് സംതിങ് എന്നുള്ളതാണ്. എ ആബ്സെന്റ് എന്നുള്ളതാണ് എ മീൻ ചെയ്യുന്നത്. എ സീലോമിൽ എ എന്നുള്ള വേർഡ്. സീലോം എന്താണ് നമുക്കറിയാം? ക്യാവിറ്റി. അപ്പൊ വേർഡ് തന്നെ ഉണ്ടോ? എ സീലോം മീൻസ് ആബ്സെൻസ് ഓഫ് സീലോം
എന്നില്ലേ മീനിങ്? സീലോം ആബ്സെന്റ് എന്നാണ് മീനിങ്. സപ്പോസ് നമ്മൾ ഒരു ആനിമൽ എടുക്കുകയാണ്, ഒരു പ്ലാറ്റി ഹെൽമിന്ത് ഗ്രൂപ്പിൽ വരുന്ന ആനിമൽ, ഫ്ലാറ്റ് വേം, പ്ലാറ്റി ഹെൽമിന്തസ്, നമ്മൾ പഠിച്ചാണ് ഒരു ഗ്രൂപ്പ്, പ്ലാറ്റി ഹെൽമിന്തസ് എന്ന ആനിമൽ ഗ്രൂപ്പ്. ഫ്ലാറ്റ് വേം, പരന്ന വിരകൾ, ആ ഗ്രൂപ്പിൽ വരുന്ന ഒരു ആനിമലിനെ അറിഞ്ഞാൽ കാണിച്ചു. ഈ ആനിമലിന്റെ ബോഡി ഇത് മൗത്ത് ഓപ്പൺ ചെയ്യുന്ന ഒരു അലിമെന്ററി കനാൽ. ഇതാണ് അവരുടെ അലിമെന്ററി കനാൽ. സപ്പോസ് ഇത് അലിമെന്ററി കനാൽ ആണെങ്കിൽ, ഇത് അലിമെന്ററി കനാൽ ആണെങ്കിൽ ഇതല്ലേ ബോഡി വാൾ, കാണുന്ന ബോഡി വാൾ, ഇത് അലിമെന്ററി കനാൽ. What is coelom? നമ്മൾ പഠിച്ചതാണ് the space between body wall and alimentary canal. The space between this body wall and alimentary canal. ഈ ബോഡി വാളിലും ഈ alimentary canalനും ഇടയിൽ ഇങ്ങനെ സ്പേസ് ഉണ്ടെങ്കിൽ that space is called as coelom. But here നമുക്ക് നോക്കാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ ഈ അനിമലിൽ ഈ ബോഡി വാളിനും alimentary canalനും ഇടയിലുള്ള സ്പേസിലെല്ലാം സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ് ഫിൽഡ് ആണ്. See here, between the space between the body wall and alimentary canal is filled with some type of tissues. കുറെ ടൈപ്പ് ടിഷ്യൂസും സെല്ലും കൊണ്ടും ആ സ്പേസ് അങ്ങ് ഫില്ല് ചെയ്ത് പോയി. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടോ? See here, the space is absent in between body wall and alimentary canal. സ്പേസ് മുഴുവൻ ഇങ്ങനെയുള്ള സെല്ലുകൾ കാണപ്പെടുന്നുണ്ട്. ആ ബോഡി വാളിനും അലിമെന്ററി കനാലിനും ഇടയിൽ അങ്ങനെ ഒരു സ്പേസ് ഇല്ല. സ്പേസ് ഇല്ലെങ്കിൽ ആ കണ്ടീഷൻ എന്ന് പറയാം absence of coelom, ascoelom. So ascoelom means the space is absent in between body wall and alimentary canal. See, നമുക്ക് ഈ ഡയഗ്രാം ക്രോസ് സെക്ഷൻ എടുക്കാം. നമുക്ക് ഇങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കാം. ഇതിന്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ this is the alimentary canal. This is outer body wall. ഈ കാണുന്നത് ബോഡി വാൾ, ഇത് alimentary canal. ബോഡി വാൾ is ectoderm, alimentary canal is endodermal origin. അപ്പൊ ectoderm endoderm ആണ്. ഇതിനിടയിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിലാണ് നമ്മൾ അതിനെ സീലം എന്ന് പറയുക. ബട്ട് അസീലം എടുത്തു കഴിഞ്ഞാൽ ആ സ്പേസ് ഇല്ല. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഇല്ല. ആ സ്പേസ് മുഴുവൻ കുറച്ച് ടിഷ്യൂസ് കൊണ്ടങ്ങ് ഫില്ല് ചെയ്തു. As a result, that space is absent in between this ectoderm and endoderm, or the space is absent in between this body wall and alimentary canal. This condition is called as ascoelom. The space is absent in between body wall and alimentary canal. This is ascoelom. അപ്പൊ ഇതാണ് കണ്ടീഷൻ അസീലം എന്ന് പറയുക. അനിമൽസ് വിത്തൗട്ട് സീലോം, ഇങ്ങനെ സീലോം ഇല്ലാത്ത അനിമൽസ് ഉണ്ടെങ്കിൽ അനിമൽസ് വിത്തൗട്ട് സീലോം കോൾഡ് അസീലോമേറ്റ്സ്. Animals without coelom called as acoelomates. These acoelomates are example Platyhelminthes. So Platyhelminthes are acoelomates. Coelom ഇല്ലാത്ത animalsന് example ആണ് ഈ Platyhelminthes എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം eucoelom. You, the word you means true. അപ്പൊ eucoelom എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ട്രൂ സീലം എന്നാണ് വേർഡ് മീനിങ് തന്നെ. എന്താണ് ആ eucoelom എന്ന് നോക്കാം. In eucoelom, let's see. eucoelomത്തിൽ ectoderm is present and endoderm. Ectoderm is body wall. Body wall. Or ectoderm. This is alimentary canal. This is alimentary canal or endoderm.
This space is called as coelom or cavity. But in eucoelom, a cavity is there. Cavity ഉണ്ട്. But cavity മാത്രമല്ല, this cavity is lined by, ഇതിനെ ലൈൻ ചെയ്യുന്നു. Here this cavity is lined by mesoderm. Cavity is lined by mesoderm. ഇതാണ് ക്യാവിറ്റി. ആ ക്യാവിറ്റിയെ ലൈൻ ചെയ്തുകൊണ്ട് മീസോഡേം കാണപ്പെടുന്നു. അതായത് എക്ടോഡേമിനെ ഇന്റേണലി ലൈൻ ചെയ്തുകൊണ്ടും ഈ എൻഡോഡേമിനെ കവർ ചെയ്തുകൊണ്ടും ഈ ക്യാവിറ്റിക്ക് ഇത് ഇങ്ങനെ ഒരു ലൈനിങ് കാണുന്നു. ക്യാവിറ്റിയെ ലൈൻ ചെയ്ത് മീസോഡേം കാണുന്നു. If this cavity is lined by mesoderm, they are true coelom. അപ്പൊ ഇതൊരു eucoelom ആകണമെങ്കിൽ സ്പേസ് മാത്രം പോരാ. Space between body wall and alimentary canal is lined by mesoderm. Mesoderm found as the lining of this body cavity. അപ്പോൾ ഒരു eucoelomന്റെ പ്രത്യേകത എന്താണ്? In eucoelom, the space present in between body wall and alimentary canal, or the space present in between ectoderm and endoderm, and this space is lined by mesoderm. ഈ സ്പേസിനെ ലൈൻ ചെയ്തുകൊണ്ട് mesoderm കാണുന്നു. Space is lined by, ആരാ ലൈൻ ചെയ്യുന്നത്? By mesoderm. Okay. And in addition, here, this space is filled with a fluid. Here, this space is filled with a fluid called coelomic fluid. This space is filled with a fluid called a coelomic fluid. അപ്പൊ ഇത്രയും കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിന് എന്താ പറയുക? eucoelom. So in eucoelom, the space is present in between body wall and alimentary canal. This space is lined by mesoderm, and that space is filled with a coelomic fluid. Such a condition called as eucoelom. Animals having such a eucoelom are called as eucoelomates. അങ്ങനെ eucoelom ഉള്ള അനിമൽസിനെ നമ്മൾ പറയുക eucoelomates എന്നാണ്. Animals having such a eucoelom called as eucoelomates. Okay. അപ്പോൾ അതാണ് eucoelom ഉള്ള അനിമൽസിനെ eucoelomates എന്ന് പറയും. നമ്മളൊക്കെ eucoelomates ആണ്. നമുക്കൊക്കെ ട്രൂ ബോഡി ക്യാവിറ്റി ഉള്ളവരാണ്. So animals having such a eucoelom are eucoelomates. Examples നോക്കാം eucoelomatesന്. Eucoelomates are annelids. Most of the animals are these eucoelomates, that is annelids, arthropods, mollusca, echinodermata, hemichordata and chordata. ഇത്രയും അനിമൽ ഗ്രൂപ്പ്സും എന്തിൽ വരുന്നതാണ്? eucoelomates. നമ്മളൊക്കെ chordates ആണ്, നമ്മളെല്ലാം eucoelomates ആണ്. ഓക്കെ, അപ്പൊ eucoelom കഴിഞ്ഞു. Then third one, pseudocoelom. Pseudocoelom. നമുക്ക് ആ വേർഡ് അറിയാം. pseudo means false. ആ വേർഡ് മീനിങ് തന്നെ എന്താണ്? false coelom എന്നാണ്. false coelom. Because pseudo means false, so pseudocoelom means false coelom. False coelom നമ്മൾ നോക്കിയാൽ here a cavity present in between body wall. See here, you know, this is body wall or ectoderm. Body wall or ectoderm, and this is the alimentary canal or endoderm. Alimentary canal or endoderm. In pseudocoelom, a space is present in between this ectoderm and endoderm. ഇതിനിടയിൽ ഒരു സ്പേസ് പ്രസന്റ് ആണ്. ഈ ബോഡി വാൾ എന്ന എക്ടോഡേമിനും അലിമെന്ററി കനാൽ എന്ന എൻഡോഡേമിനും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താ പറയുക? സീലോ. ബട്ട് നമുക്കറിയാം ഇതൊരു ട്രൂ സീലം ആകണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യണം? ഇതൊരു ട്രൂ സീലം ആകണമെങ്കിൽ അതിനെ ലൈൻ ചെയ്തുകൊണ്ട് മീസോഡേം വേണം. ആ ക്യാവിറ്റിയിൽ സീലോമിക് ഫ്ലൂയിഡ് കൂടെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ട്രൂ സീലോ എന്ന് പറയും. മനസ്സിലായ? ഒരു ക്യാവിറ്റി ഉണ്ടായാൽ മാത്രം പോരാ. ബോഡി വാളിനും അലിമെന്ററി കനാലിനും ഇടയിൽ ഒരു ക്യാവിറ്റി ഉണ്ടായാൽ മാത്രം അതിനെ യൂസീലോ എന്ന് പറയില്ല. യു ആകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്യാവിറ്റിയിൽ മീസോഡേം ഒരു ലൈനിങ് ആയി കാണണം, സീലോമിക് ഫ്ലൂയിഡ് കാണണം. ബട്ട് ഇവിടെ അങ്ങനെയൊന്നുമല്ല. ക്യാവിറ്റി ഈസ് പ്രസന്റ്, but the mesodermal lining is absent. ഇവിടെ mesodermal lining ഇല്ല. Instead, the
The mesoderm found as some scattered pouches in the cavity. മീസോഡം ഈ പൗച്ചിൽ മീസോഡം ഈ ക്യാവിറ്റിയിൽ കുറെ പൗച്ച് പോലെ കാണപ്പെടും. So the mesoderm found as some scattered pouches in the cavity. And coelomic fluid is absent. ആ ഫ്ലൂയിഡും ഇല്ല, സീലോമിക് ഫ്ലൂയിഡും ഇല്ല. അപ്പൊ ക്യാവിറ്റി മാത്രമേ ഉള്ളൂ, മീസോഡർമൽ ലൈനിങ്ങും ഇല്ല, ഫ്ലൂയിഡും ഇല്ല. അതുകൊണ്ട് ഇതൊരു ഫാൾസ് സീലമാണ്. ദിസ് ഈസ് കോൾഡ് as pseudocoelom. In pseudocoelom, a space is present in between body wall and alimentary canal, but the space is not lined by mesoderm. The space is not lined by mesoderm. Instead, this mesoderm found as some scattered pouches in the cavity. ലൈൻ ചെയ്യുന്നതിന് പകരം മീസോഡം കുറച്ച് പൗച്ച് പോലെയാണ് ക്യാവിറ്റിയിൽ കാണുന്നത്. ആൻഡ് ആൾസോ ദ സീലോമിക് ഫ്ലൂയിഡ് ഈസ് ആബ്സെന്റ്. ഇവിടെ സീലോമിക് ഫ്ലൂയിഡും ഇല്ല. ഈ കണ്ടീഷൻ ആണെന്ന് പറയുക സ്യൂഡോസീലം എന്ന് പറയുക. ആൻഡ് അനിമൽസ് ഹാവിംഗ് സച്ച് സ്യൂഡോസീലം ആർ കോൾഡ് ആസ് സ്യൂഡോസീലോമേറ്റ്സ്. അങ്ങനെ സ്യൂഡോസീലം ഉള്ള അനിമൽസിനെ നമ്മൾ പറയുക സ്യൂഡോസീലോമേറ്റ്സ് എന്ന് പറയും. അതെങ്ങനെ സ്യൂഡോസീലം ഉള്ള അനിമൽസ് ഉണ്ടെങ്കിൽ ദേ ആർ കോൾഡ് ആസ് സ്യൂഡോസീലോമേറ്റ്സ്. സ്യൂഡോസീലോ എന്ന് പറയുക. ഇനി നമുക്കറിയേണ്ടത് എക്സാമ്പിളുമാണ്. ഒറ്റ ഒരു അനിമൽ ഗ്രൂപ്പേ ഉള്ളൂ ഈ സ്യൂഡോസീലം ഉള്ളവർ. അതുകൊണ്ട് ഓർത്തു വെക്കാൻ എളുപ്പമല്ലേ, ഒരൊറ്റ അനിമലിനെ പഠിച്ചാൽ പോരെ. Pseudocoelomates are only Aschelminthus. Only Aschelminthus are the pseudocoelomates. Only Aschelminthus are pseudocoelomates. Aschelminthus മാത്രമാണ് pseudocoelomate ആയിട്ടുള്ളവർ. So these are the three types of coelom based on the nature. Based on the nature, the coelom are classified as acoelom, eucoelom, and pseudocoelom. Acoelomates are Platyhelminthes. Pseudocoelomates are Aschelminthus. ബാക്കിയുള്ള എല്ലാവരും eucoelomates. ഓർത്തു വെക്കാം, acoelomates Platyhelminthes മാത്രം, pseudocoelomate Aschelminthus മാത്രം. അത് കഴിഞ്ഞ് വരുന്ന ബാക്കിയുള്ള എല്ലാ അനിമൽസും മറ്റു മാമൽ വരെയുള്ള നമ്മൾ വരെയും യൂസീലോമേറ്റ്സ് ആണ്. ഇത്രേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ള സീലോം നേച്ചറിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?